തലസ്ഥാനത്തെ അതിശക്തമായ മഴയ്ക്ക് നിലവിൽ ഒരു ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് വഞ്ചിയൂർ ശ്രീകണ്ഠേശ്വരം ഭാഗത്താണ് ഉള്ളത്. ഇവിടെ റോഡിൻ്റെ ഇരുവശത്തുമായി വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത് കോർപ്പറേഷൻ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഓവുചാലുകൾ വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ ഒരു വെള്ളക്കെട്ടാണ് ഈ റോഡിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ കോർപ്പറേഷൻ തൊഴിലാളികൾ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ഒരു ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ ഒരു ശക്തമായ മഴയിൽ തലസ്ഥാന ജില്ലയിൽ നേരിടുന്നത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. മറുഭാഗങ്ങളിൽ ഈ മരങ്ങൾ കടപുഴകി ഉണ്ടാകുന്ന അപകടങ്ങൾ, വീടുകൾ തകർന്ന ഒരു സാഹചര്യം, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കാലവർഷം എത്തുന്നതോടുകൂടി തന്നെ ജില്ലയിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നിലവിലിപ്പോൾ ഈ വഞ്ചിയൂർ ഭാഗത്തെ വെള്ളക്കെട്ടിൽ ഇപ്പോൾ കോർപ്പറേഷൻ തൊഴിലാളികൾ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വൃത്തിയാക്കുന്നത്. നിരവധി വീടുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്നുള്ളതാണ്. ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആണ് ഈ ഒരു വെള്ളക്കെട്ട് ഉള്ളത്. പ്രായമായ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. പകർച്ചവ്യാധികളൊക്കെ പെരുകുന്ന ഒരു സമയം കൂടി ആയതിനാൽ തന്നെ പ്രത്യേകം ജാഗ്രത വേണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ചില ആളുകളുടെ കൂടി ഒരു പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ചേട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ വെള്ളക്കെട്ട്? ഒരു മണിക്കൂറല്ല, കുറേ സമയം ഇങ്ങനെ കിടക്കും വെള്ളം. ഇവിടെ സ്ഥിരം ഇങ്ങനെ വെള്ളം കിട്ടാറുണ്ടോ? സ്ഥിരഗതി തന്നെ, മഴ മാനത്ത് കണ്ട വെള്ളക്കെട്ട് തന്നെ ഇവിടെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ചേട്ടൻ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ താമസം? മോളുണ്ട്, മോൾ ഇന്ത്യക്ക് താമസിക്കുന്നത്. ഇപ്പോൾ പരാതിപ്പെട്ടിട്ട് നേരത്തെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പരാതിപ്പെട്ടതാണോ ഇത്തരത്തിൽ ഇവിടെ വെള്ളക്കെട്ടാണ് രൂക്ഷമാണ്? അല്ല, ഉടമസ്ഥർ അപ്പുറത്ത് താമസിക്കുക, അവരാണ് പരാതിപ്പെടുക. അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. അവർ എപ്പോഴും ഇതുപോലെ നിങ്ങളെപ്പോലുള്ളവർ വരും, പടം പിടിക്കും, പോകും. ഇത്രയാണ് ചെയ്യുന്നത്. ഇത് ഇന്നലത്തെ മഴ. നല്ല മഴയായിരുന്നല്ലോ, നല്ല മഴയായിരുന്നു രാത്രി ഇന്നലെ. അതാണ് അതിന് പരിഹാരം ഉണ്ടാവും എങ്കിലേ പറ്റുള്ളൂ. അടുത്ത് ഓടയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കെട്ടി എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ടാങ്കൊക്കെ കെട്ടി അവിടെ വെള്ളം പോകാൻ വേണ്ടിയാൽ തന്നെ ആയിരിക്കാം. പക്ഷേ അതൊന്നും ഫലപ്രദമല്ല. എന്തായാലും ഇന്നലെ പെയ്ത മഴയിൽ, ഇന്ന് രാവിലെയുമായി പെയ്ത മഴയിലാണ് ഇവിടെ ഒരു വെള്ളക്കെട്ട് രൂക്ഷമായത് എന്നുള്ളതാണ്. മാത്രമല്ല പലതവണ പരാതിപ്പെട്ടതാണ്. ഇവിടെ പലപ്പോഴായി വെള്ളം കിട്ടുന്ന പതിവാണ്. ചെറിയൊരു മഴയിൽ പോലും ഇവിടെ വെള്ളം കിട്ടുന്ന പതിവാണ് എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഈ വെള്ളക്കെട്ടിൻ്റെ പരിഹാരമായി ഈ ഓട വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ വഞ്ചിയൂർ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ മുഴുവൻ തന്നെ ഇവിടെ വലിയ ഒരു വെള്ളക്കെട്ടായിരുന്നു. വാഹനങ്ങൾക്ക് പോലും തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള വെള്ളക്കെട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.